നമ്മൾ ഇപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു വഴിയാണ് നമ്മുടെ തൃശ്ശൂർ ടൗണിലേക്ക് പോകുന്നത്. ഇതല്ല കേട്ടോ, ഇവിടെ എവിടെയോ ചെന്നിട്ടാണെന്ന് തോന്നുന്നു പോകുന്നത്. കാണത്തില്ലാത്ത രീതിയിലാണ് അതിൽ താഴെക്കൂടെ ഇറങ്ങിയിട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. അതോ തൃശ്ശൂരാണോ അതോ ഇനി തൃശ്ശൂർ ടൗണിലേക്ക് തന്നെയാണ് ഗൈസ്. അതെ ഈ വഴി, അതെ 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 ആയിരിക്കണം. ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ചൂടൊക്കെ കുറഞ്ഞു കേട്ടോ. അയ്യോ, നമ്മളിങ്ങനെ 60-70 ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഉൽക്ക നമ്മുടെ കരിക്കിൻ്റെ അകത്ത് ഇത് കണ്ടിട്ടാന്ന് തോന്നുന്നു ഉൽക്ക പേരിട്ടത്. ഇത് നോക്കിയാൽ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ ഇത്? ഏതോ ഒരു ഫാക്ടറിയാന്ന് തോന്നുന്നു, പഴയ ആണോ? അതേന്ന് തോന്നുന്നു. അതിൻ്റെ പഴയ എന്തോ ബാക്കി വന്നൊരു സാധനമാണ്. മറ്റേ പുകക്കോടല്ലോ അങ്ങനെ ഒരു സംഭവമില്ലേ, ആ സാധനമാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു തെറ്റുണ്ട്. അത് തൃശ്ശൂരിലേക്കുള്ളതല്ലായിരുന്നു, നമ്മുടെ ഇരിഞ്ഞാലിക്കുട ആ ടൗണിലേക്കുള്ള ആ ഒരു റോഡായിരുന്നു കേട്ടോ. അത് അവിടെ ടൗണെന്ന് മാത്രമേ എഴുതി വെച്ചുള്ളായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു ബോർഡും കൂടെ കണ്ട് തൃശ്ശൂർ 16 കിലോമീറ്റർ. അതെങ്ങനെ ശരിയാവുമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ മറ്റേ നമ്മുടെ എന്താ പറയുന്നത് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് തൃശ്ശൂരിന് ഇനിയും ഉണ്ട്, അത് ഇരിഞ്ഞാലിക്കുട ടൗണാണ്. അത് മാപ്പിൻ്റെ അത് കാണിക്കുമല്ലോ അങ്ങനെ ഒരു വഴി പോയേക്കുന്നേ. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇനിയും തൃശ്ശൂരിന് കിടക്കുവാണ് ഗൈസ് 16 കിലോമീറ്റർ. സമയമെന്ന് പറയുന്നത് 5 മണി ആയിട്ടുണ്ട് കണ്ടോ, കറക്റ്റ് 5 മണി. 4:59 ആയിരുന്നു, ഇപ്പം 5 മണി ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു 10-30 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. 30 അല്ല ഗൈസ്, അത് മേളിലുണ്ട്. 16 കിലോമീറ്റർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആലത്തൂറിന് 10-20 കിലോമീറ്റർ കാണുമായിരിക്കുമല്ലോ. അവൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, വേണ്ട അതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന കണ്ടോ. അപ്പം നമ്മൾ പാലിയക്കര ടോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോൾ. അയ്യോ എന്നോ ട്രാഫിക്കല്ലേ. എന്താ ഇവിടെ നിന്ന് കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ, റോഡൊക്കെ കൊള്ളത്തില്ല, ടോൾ ഒത്തിരി എന്തൊക്കെയോ പറഞ്ഞ് കുറേ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. എന്താണെന്ന് ഓർക്കുന്നില്ലല്ലോ. റോഡൊക്കെ ഇപ്പം നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല കിടിലൻ റോഡ്. തൃശ്ശൂരിന് 9 കിലോമീറ്റർ. പക്ഷെ നമുക്ക് തൃശ്ശൂർ പോകേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ട, പോകണ്ട, അതിന് മുമ്പ് നമ്മൾ തിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂരിന് പോകുന്ന വഴി കേട്ടോ. മറ്റേതും ഇതുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. എന്താ അല്ലേ, ഞാൻ പലതവണ വന്നിട്ടുണ്ടെങ്കിലും കറക്റ്റ് എന്തോ പറ്റിപ്പോയി. എന്താണെന്ന് എനിക്കും അറിയാൻ പാടില്ല ഗൈസ്. ഈ ഒരു റോഡ് കിടക്കുന്ന നോക്കിക്കേ, എൻ്റെ ഒന്നെ അങ്ങ് വരെ കാണാം. നല്ല രസമുണ്ട്. പക്ഷെ നല്ല ട്രാഫിക്കും ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. നല്ല രീതിക്ക് ട്രാഫിക്കും ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നൈസ്. നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കയറി വരാൻ പറ്റി. നമ്മളിങ്ങനെ ഈ ഒരു സ്പീഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവനെയും കാണാനില്ല, അവനും എവിടെ പോയെന്ന് തോന്നുന്നു. ഇത്രയും നേരം എൻ്റെ പുറയിലുണ്ടായിരുന്നു, കുറച്ച് നേരം ആയതേ ഉള്ളൂ കാണാതായിട്ട്. എവിടെ പോയോ എന്തോ. ഇത് നോക്കിയാൽ റോഡ് ഫുള്ള് നോക്കിയാൽ, എൻ്റെ പൊന്നെ. സമയം ഇപ്പോൾ ഒരു 5:15 ആകാറായി കാണും. ഇത് നോക്കിയാൽ ബോട്ട് വീട്, അതന്നെ അത് വിഷ്ണുമായ ആർക്കേഡ്. ബോട്ട് ഹൗസ് അല്ല, ബോട്ട് വീട്. വീടല്ല, അത് വേറെന്തോ സംഭവമാണ്. ഞാൻ മാത്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അവനെ കാണാനും ഇല്ല. അവനിനി എപ്പം വരുമോ? പാലക്കാടിന് ഇവിടുന്ന് 64 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മുടെ സ്ഥലത്തേക്ക് കുറച്ച് കാണത്തുള്ളായിരിക്കും അല്ലേ? ആയിരിക്കും, എനിക്കറിയാൻ പാടില്ല. അവൻ വരുന്നുണ്ട് ഗൈസ്, പുറയിലുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു റോഡ് കാണുമ്പോഴൊക്കെ നമ്മുടെ വാളയാർ പരമശിവ കേട്ടോ ഓർമ്മ വരുന്നത്. കറക്റ്റ് ഒരു മാറ്റമില്ല. ഇനി ഇവിടെ വല്ലതും ആണോ ഷൂട്ടിങ് ചെയ്തതെന്ന് അറിയാൻ പാടില്ലല്ലോ. കറക്റ്റ് ഇതേ ആ ഒരു സ്പോട്ടൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നതാണോന്നും അറിയത്തില്ല. ആ പാലമൊന്നും ഒന്നില്ലായിരുന്നല്ലോ. പക്ഷെ പുറകിലേക്ക് ഏറെക്കുറെ അതുപോലൊക്കെ തന്നെയായിരുന്നു ഇരുന്നത്. അറിയാൻ പാടില്ല കേട്ടോ. ഇത് ഇവിടെ എവിടെയാണ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എനിക്കും കൂടെ ഒന്ന് അറിയാനായിട്ടാണ് കേട്ടോ. മാടത്തത്തെയോ വേറെന്താ പേരാണ്, പക്ഷെ മാടത്തത്തെന്നൊക്കെ. അയ്യോ എൻ്റെ ഒരു കാര്യമേ. ഈ ഒരു ഫ്രെയിം നോക്കിക്കുക, എന്നാ രസമൊന്നുമുണ്ടോ. അങ്ങ് അപ്പുറത്ത് മലയാന്ന് തോന്നുന്നു കാണുന്നത്. അതെ മലയാ. പിന്നെ അതെ ഇവിടെ കുറേ തെങ്ങും മരവും എല്ലാം നിൽപ്പുണ്ട്. നോക്കിയാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ അതിൻ്റെ അടുത്ത് നല്ല സൂപ്പർ റോഡും വേറെ വൈബ്.
അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. പണ്ട് ഞാൻ ഈ ഒരു വഴി 2-3 തവണ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്രയൊരു സെറ്റപ്പ് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ചുമ്മാ റോഡൊക്കെ ചുമ്മാ കിടിലൻ റോഡും കിടിലൻ ആംബിയൻസും ഉണ്ട്. മൊത്തത്തിൽ പൊളിയാ കേട്ടോ. അയ്യോ അയ്യോ എനിക്ക് അങ്ങ് ആ ഒരു മലയുടെ മണ്ടയ്ക്കൊരു വീടൊക്കെ ഇരിക്കുന്നത്. വീടാണോ എന്താണോ എന്തായാലും അത് കൊള്ളാം. കറക്റ്റ് വ്യൂ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിടിലൻ വ്യൂ ആയിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാര്യം പറയണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഈ ഒരു റോഡ് കണ്ടിട്ടുണ്ടല്ലോ, അയ്യോ ഇത് ഇവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് നല്ല രസമുണ്ട്. ഇത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കാണുന്ന പോലൊന്നുമല്ല, ചുമ്മാ വിഷയം റോഡാണ്. തൊങ്ങ് നോക്കിയ ഒരു മലയൊക്കെ. ഇനി അവിടെ എങ്ങാനുമാണ് നമ്മുടെ ബാബു മേസ്തിരി കയറിയിരുന്നത്. ആർക്കറിയാം, വിഷയമാണല്ലോ മൊത്തത്തിൽ. വേണ്ടേ റോഡ് റോളർ താമരശ്ശേരി ചുരം കാണാൻ പോവാന്ന് തോന്നുന്നു. അയ്യോ എൻ്റെ പൊന്നേ, 6 കല്ല്. അതെന്നതാ 6 കല്ലെന്നാണ് ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കുന്നത്. 6 കല്ലെന്ന് ഈ മലയാളത്തിലും. ഫുള്ള് കോമഡിയാണല്ലോ. പിന്നെ ആ വീതിയാന്ന് നോക്കി, 6 ലെയിനും പിന്നെ സൈഡിൽ കൂടെ 2 ലെയിൻ റോഡും. ആഹാ കൊള്ളാം. അത് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുക. അത് കൂടാതെ 6 ലെയിൻ റോഡുണ്ട് ഇവിടെ. അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ 8 ലെയിൻ റോഡായല്ലോ ഇത്. അപ്പുറത്തൂടെ എത്ര എണ്ണം ഉണ്ടോ? അപ്പുറത്തൂടെ 2 എണ്ണം കാണുമായിരിക്കും. എല്ലാവരും സൈക്കിളൊക്കെ ചവിട്ടി ആസ്വദിച്ച് പോകുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ത്രോട്ട് പിടിച്ച് അങ്ങൂന്നേ വരുന്നത്. ഇതുവരെയായിട്ടും കൂട്ടണ്ടേയും വന്നില്ല, കുറയ്ക്കുന്നേയും വന്നില്ല. കാരണം ഈ റോഡിൽ കൂടെ നല്ല രസമുണ്ട്. സ്പീഡിൽ പോകാൻ തോന്നും, പക്ഷെ ഇങ്ങനെ പോകുന്നതും വേറൊരു വൈബാണ്. നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ച്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് പണിത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കാണുമ്പോൾ ഒക്കെ ഒരു ഇത് ഈ ആ ഒരു മലയൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ. ഇവിടെ ചെറിയൊരു പാടമൊക്കെ. ഒന്നോ JCB മാമൻ. പാടമല്ലത്, കണ്ടമാണ് ഗൈസ്. ഈ ഒരു ലെഫ്റ്റ് സൈഡ് നോക്കിയേ. ഇത് നോക്കിയാൽ തെങ്ങും എല്ലാം കൂടെ ആ ഒരു വീടൊക്കെ നോക്കിയാൽ കറക്റ്റ് പൊളി ആംബിയൻസിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു സൈഡൊക്കെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നോക്കിയേ കൊള്ളാമല്ലേ. നമ്മളെ വീണ്ടും നല്ല റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ അത്യാവശ്യം കുറഞ്ഞു. എന്നാലും ഈ ജാക്കറ്റൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടോ ചെറിയൊരു ചൂട് ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ നല്ല രസമാണ് കേട്ടോ. എൻ്റെ ഒന്നോ ഈ റോഡൊക്കെ ചുമ്മാ വിഷയം റോഡായിപ്പോയി. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അയ്യോ ഇതെന്നാ സാധനമാണെന്ന് അറിയത്തില്ലല്ലോ. കൊള്ളാമല്ലേ. അയ്യോ കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ അകത്തൂടെ വെള്ളം പോകുന്നതാണ് ഗൈസ്. അതെ, ഇതിൻ്റെ അകത്തൂടെ വെള്ളം പോകുന്ന ആ സാധനമാണെന്ന് തോന്നുന്നു. അയ്യോ ഇങ്ങോട്ട് വന്നപ്പോൾ ചൂടൊക്കെ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. ഇത് കയ്യിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ചൂടടിക്കുന്നു. ഇതെന്താ ഇത്? ആ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ പച്ചയായിട്ട് നിൽക്കേണ്ടിടം ഇത് കരിഞ്ഞുണങ്ങിയൊക്കെ നിൽക്കുന്നു. എനിക്ക് നല്ല ചൂടടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ചൂടടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ചൂട് ഈ ഒരു കാറ്റിനെല്ലാം നല്ലൊരു ചൂടിൻ്റെ ഒരു ഇതാണ് കേട്ടോ. എന്താണോ എന്തോ ഈ പെട്രോൾ പമ്പുകാർക്കൊക്കെ നഷ്ടമായിരിക്കുമല്ലോ. അല്ല മൊത്തം മറ്റേ ഇങ്ങനെ ആവിയായിട്ട് പോകുമായിരിക്കുമല്ലോ ചൂട് കാരണം. നമ്മളത് ഈ കുതിരാൻ തണലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് പണി നടക്കുന്നു കേട്ടോ. ഇത് പെട്ടെന്ന് എന്താണോ സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. അയ്യോ ഇവിടെ ഭയങ്കര ചൂടും. അപ്പുറത്തെ റോഡെല്ലാം ഇടിഞ്ഞു പോയേക്കുന്നു ഗൈസ്. അയ്യോ ഇടിഞ്ഞു പോയിട്ടില്ലേ? അതിങ്ങനെ ആയിരുന്നോ? ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കുതിരാൻ തണൽ. പണ്ട് ഈ വഴി അപ്പുറത്തോടെ എങ്ങാണ്ടായിരുന്നു, പക്ഷെ ഇപ്പം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ ചുമ്മാ വിഷയം. ബോയ് കുതിരാൻ തണൽ. എക്സിറ്റ് ഒക്കെ എമർജൻസി എക്സിറ്റ്, അതിലേ കയറിപ്പോയാലോ. എൻ്റെ പൊന്നേ രസമല്ലേ ഇതൊക്കെ. ഇവിടൊക്കെ ലീക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം അതാണ് നമ്മുടെ എക്സിറ്റ്. ഇതെന്തോ വലിയ ഒച്ചയൊക്കെ കേൾക്കുന്നു. മൊത്തം പൊടിയാട്ടോ. ഇതിപ്പോൾ എൻ്റെ കണ്ണിന് തോന്നുന്നതാണോ അതോ
ഒരു ഐഡിയ ഇല്ല. ഭയങ്കര സൗണ്ടും ഇതിൻ്റെ അകത്ത്. എന്താണോ അങ്ങനെ നമ്മളിതേ കുതിരാൻ എക്സിറ്റ് അടിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല രസമുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. സീൻ പണ്ട് അങ്ങനെ റോഡ് കറങ്ങിയങ്ങാണ്ടായിരുന്നു തോന്നുന്നു വന്നത്. അതെ, ആ റോഡായിരുന്നു തോന്നുന്നു കേട്ടോ. എനിക്ക് അറിയത്തില്ല കറക്റ്റ് അത് ഏത് റോഡായിരുന്നെന്ന്. പക്ഷേ ഇത് കറങ്ങിയാ വന്നതെന്ന് എനിക്കറിയാം. ഒത്തിരി കറങ്ങണമായിരുന്നു ഇത്. ഈ ഒരു റോഡ് തന്നെയായിരുന്നു തോന്നുന്നു. ഇപ്പം ആ റോഡില്ല കേട്ടോ. കണ്ടോ ആ റോഡ് കണ്ടോ? ആ റോഡ് വഴി തന്നെയായിരുന്നു വന്നതെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളത് ഇതുപോലത്തെ ഒരു കാഴ്ച ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ അവിടെ നിന്നപ്പോളേ ആ ഒരു ഓട്ടോയുടെ പുറകിന് ആ കാർ ഒരേ സ്പീഡിൽ ഒരേ സെറ്റപ്പിൽ വരുന്ന കേട്ടോ. ഞാൻ ഓർക്കുകയും ചെയ്തു ഓട്ടോ ഇനി കാറിന് കെട്ടി വലിക്കുവാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ സംഭവം. ഇത് കണ്ടോ ഓട്ടോ കാറിനെ കെട്ടി വലിക്കുന്ന കേസ്. എൻ്റെ ദൈവമേ, ഞാൻ ഇവിടെ നിർത്തി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതവിടെ ഒതുക്കി. അയ്യോ, അത് ഒതുക്കി കേട്ടോ. എൻ്റെ പൊന്നെ, അത് നോക്ക്. അപ്പോൾ സമയമെന്ന് പറയുന്നത് 5:45 ഇപ്പോൾ അത്യാവശ്യം വീണ്ടും തണുപ്പായിട്ടുണ്ട്. അയ്യോ, എന്നാലും കാറ്റിന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടാണ് ഇങ്ങോട്ട് അടിക്കുന്നത്. അതെന്താണ് സംഭവം ഒരു ഐഡിയ ഇല്ല. ഇത്രയും ഇങ്ങോട്ട് ആ ഒരു തണലിൻ്റെ കുറച്ച് മുമ്പ് വെച്ചാണ് കയറുമോ. പോട്ടെ ഓക്കെ ബായ്. ആ ഒരു തണലിൻ്റെ കുറച്ച് മുമ്പ് വെച്ചായിരുന്നു ചൂടടിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടോട്ട് ഇങ്ങനെ ആണോന്നും അറിയാൻ പാടില്ലല്ലോ. വിഷയമാണ് മൊത്തത്തിൽ. പക്ഷെ ഇവിടെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം മരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. റബ്ബറാന്ന് തോന്നുന്നു ഇതൊക്കെ നിൽക്കുന്നത്. അതേ കേട്ടോ, വെറുതെ അല്ല ചൂട്. റബ്ബർ. എന്തായാലും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴൊക്കെ നമ്മളവിടെ ചെല്ലണം. സീനില്ല, ചെന്നോളും. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സത്യം പറയട്ടെ, ഈ ഒരു റോഡ് കണ്ടിട്ടുണ്ടല്ലോ, എനിക്കാണെങ്കിൽ വീലി അടിക്കാൻ വേണ്ടി ഇങ്ങനെ തരിച്ച് വരുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ കൺട്രോൾ ചെയ്ത് പോവാ കേട്ടോ. അയ്യോ, സത്യമായിട്ടും പറയാം, എനിക്ക് റോഡിൽ കയറിയപ്പം തൊട്ട് ഈ ഒരു സ്ട്രെയിറ്റ് റോഡ് കണ്ടിട്ടുണ്ടല്ലോ, സത്യമായിട്ടും വീലി അടിച്ചു പോകാൻ തോന്നുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ചേക്കുന്നതാണ്. ഈ റോഡിയൊന്നും ആരും ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അടിച്ചോണ്ടേ പോകത്തുള്ളായിരുന്നു. പക്ഷേ എന്തോ നമ്മുടെ ഭാഗ്യമില്ല ഗൈസ്. അയ്യോ. ഇന്നത്തെ നമ്മുടെ 2ാമത്തെ ടോളാണ് കേട്ടോ ഇത് ഏത് ടോളാണെന്ന് അറിയാൻ പാടില്ല. അതിൻ്റെ പേരറിയത്തില്ല, സത്യമായിട്ടും അറിയാൻ പാടില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. തൃശ്ശൂർ എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഏത് റോഡാണെന്നറിയാൻ പാടില്ല. അങ്ങനെ ഇന്നത്തെ 2ാമത്തെ ടോള് നമ്മൾ കടന്നിരിക്കുന്നു അതിസാഹസികമായി. അല്ല, സാഹസികമായി ഒന്നും കടക്കാനില്ല. സൈഡിൽ കൂടെ വഴിയുണ്ടെങ്കിൽ അങ്ങ് പോകാം, നമുക്ക് സീനൊന്നുമില്ല. പിന്നെ ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണേ. ഈ ഒരു വണ്ടി ഞാൻ 2-3 തവണ കണ്ടല്ലോ. ആണോ നോക്കി. നമ്മളെ ഈ വെളിരാജ്യത്തൊക്കെ കാണുന്നില്ല, അമേരിക്കയിലൊക്കെ കാണുന്ന പോലെ സാധനം ഇങ്ങനെ റോൾ ചെയ്തിട്ടേക്കുന്നേ. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെയൊക്കെ കാണുന്നത്. അല്ല, ഇവിടെ ഉണ്ടായിരിക്കും, ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട്. അയ്യോ, ചുമ്മാ വിഷയം. അയ്യേ, ഇത് ഒങ്ങു വരെ ഉണ്ട് കേട്ടോ. അവൻ ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയെന്ന് പറഞ്ഞവൻ. നമുക്ക് താഴെക്കൂടെ ആയിരുന്നു പോകേണ്ടത്. കുഴപ്പമില്ല, ഈ ഒരു വഴിയും പോകാമെന്നാവും പറഞ്ഞത്. കുഴപ്പമില്ല, കാരണം മാപ്പ് അവൻ്റെ കയ്യില്ല. ഞാൻ മാപ്പ് വെച്ചിട്ടില്ല. എന്നോട് മാപ്പാക്കണം ഗൈസ്. ഓൾമോസ്റ്റ് അവിടെ എത്താറായി. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇനി അവിടെയൊക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. കാരണം നല്ല രീതിക്ക് മടുത്തു. ഇനിയിപ്പം കുറച്ച് പരിപാടി ഉണ്ട് അവിടെ. ഇത് നോക്കിക്കേ. അപ്പോൾ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞ് വരാം. അപ്പം നമ്മളിത് ഫൈനലി ഒരു റൂം കിട്ടിയിട്ടുണ്ട്. ഇത് ഗായത്രി എന്ന് പറയുന്ന എന്തോ ഒരു ലോഡ്ജ് ബാറും എല്ലാം കൂടെ ഉള്ള സംഭവം കേട്ടോ. അവിടെ കോൺഫറൻസ് ഹോളുണ്ട്. നമ്മുടെ റൂമെന്ന് പറയുന്നത് 132. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അവൻ ഇവിടെ കയറുന്നു. ദേവൻ അവിടെ കിടപ്പുണ്ട്. ഈ റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1000 ഇതുണ്ടല്ലോ, ഹോട്ടൽ ഗായത്രി ഇൻ്റർനാഷണൽ. അപ്പോൾ ദേവൻ അവിടെ കിടപ്പുണ്ട്. നമ്മുടെ സാധനം എല്ലാം ഇവിടെ വെച്ചു. ഒരു TV ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഒരു ഇതും കൂടെ കാണിച്ചു തരാം. ഇതേണ്ടേ, ഇവിടെ വലിയൊരു കണ്ണാടിയുണ്ട്. ഈ ഗ്ലാസ് ഞാൻ ഇപ്പം താത്താണ്, എന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ. കണ്ടോ, സുന്ദരനാണോ? ഇതിൻ്റെ അകത്ത് കാണുമ്പോഴേക്ക് എന്തോ പോലെയൊക്കെ ഇരിക്കുന്നില്ലേ.
പിന്നെ നമ്മുടെ ബാത്റൂമും കൂടെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇത് ഇവിടെ 2-3 ഇതൊക്കെയുണ്ട്, ഡ്രോയറും സംഭവങ്ങളും ഒക്കെ നമുക്ക് ഡ്രസ്സൊക്കെ ഇടാനായിട്ട്. AC അല്ല, നോൺ AC ആണ്. AC അവിടെ ഉണ്ടായിരുന്നു, അവർ പറിച്ച് ദൂരെ കളഞ്ഞു ഗൈസ്. ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ബാത്റൂം ഉണ്ടോ കണ്ടാ, സെറ്റാണ് ഗൈസ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ ഗ്ലാസ് കാത്തിട്ടേക്കുന്നുണ്ട്, എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെയെന്ന് പറയാനായിട്ടുള്ളത് ഞാൻ നമ്മുടെ ബാൽക്കണിയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് തുറന്നിട്ട് ഒന്നോ എടാ ഇതെങ്ങനെയാടാ തുറക്കുന്നേ? ആ ഓക്കെ. ബാൽക്കണി കിടിലൻ സാധനം, പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും കൊള്ളാം ഗൈസ്. നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ പറഞ്ഞതാണ്. വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഓക്കെ, TV ഉണ്ട്, നല്ല പഞ്ഞിമെത്ത പോലുള്ള മെത്തയുണ്ട്. സെറ്റ് പവർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൂം ടൂർ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ബാക്കി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പറയാൻ നേരെ നമുക്ക് കഴിക്കാനും കൂടെ ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് പോകണം. ഞാൻ അതും കൂടെ എടുത്തിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്തേക്കാം. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഈ ഒരു ഗായത്രി ഇൻ്റർനാഷണൽ ബാറിലാണ് ഇന്നത്തെ സ്റ്റേ. ഇന്ന് അടിച്ചെല്ലാവരും വീലായി പോകുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ പോകുന്നതല്ല, അതിൽ ആൾക്കാർ പോകുന്നത് കാണിച്ചു തരാം ഗൈസ്. ഫുള്ള് വിഷയമാണ്. ബാറിലാ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടിക്കാരാന്ന് നിങ്ങൾ വിചാരിക്കരുത്, അല്ലേടാ? അതെ, ഞങ്ങൾക്ക് വേറെ റൂം കിട്ടാത്തതുകൊണ്ടാണ്. നോക്കിയ റൂമൊന്നും ഒരു സെറ്റപ്പും ഇല്ലായിരുന്നു. അതായത് 2 റൂം നോക്കി, 2 റൂമും ഭയങ്കര ശോകമായിരുന്നു കേട്ടോ. ആകെ പിന്നെ ഉണ്ടായിരുന്ന ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു റൂം എടുത്തു. ഞാൻ റൂമൊക്കെ രാവിലെ ഒന്നുകൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം, ബാൽക്കണിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. തവണ കറക്റ്റായിട്ടൊന്നും സെറ്റായില്ല, കാരണം നമ്മുടെ ഫസ്റ്റ് റൂം ടൂറായിരുന്നത്. ഞാൻ ഇങ്ങനെ ഒരു റൂം ടൂർ വരുമെന്ന് പോലും എൻ്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ആ റൂം ടൂറൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നേരെ പോയിട്ട് വല്ലതും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കണം. നമ്മളതേ ഇവിടെ വന്നിട്ടുണ്ട്. യാ ബോയ്, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വല്ലതും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ നമ്മളതേ ആ ഒരു കടയിൽ നിന്നാണ് കഴിച്ചത്, ലൈവ് കുഴിമന്തി. നല്ല മന്തിയായിരുന്നു കേട്ടോ, അല്ലേടാ? നല്ല അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. 330 രൂപ ഹാഫ്, പിന്നെ ഒരു പെപ്സിയും 40 രൂപ, ടോട്ടൽ 370 രൂപയായി. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. വയറ് ഫുള്ളായി. ഇനിയിപ്പോൾ നേരെ പോയിട്ട് കഴിക്കുക. ഇനിയിപ്പം കഴിക്കണ്ടല്ലോ അല്ലേ, ഇനിയിപ്പോൾ കുളിക്കുക, ഒരൊറ്റ ഉറക്കം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ, ബൈ 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 ബൈ.